ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫോർമേഷൻ റിവ്യൂ ആയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഈ സീസൺ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ കളിക്കണത് ഈ ഫോർമേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫോർമേഷൻ ഏത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പറയുന്നത് 4-4 ഫോർമേഷനാണ്. നമ്മൾ ഈ ഫുട്ബോൾ 2023-24 ഇത് സ്ഥിരം യൂസ് ചെയ്ത ഫോർമേഷനാണ്. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ് മാറ്റി ഞാൻ 4-2-2 ഒക്കെ ആയി. പിന്നെ അപ്പോൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഈ ഫോർമേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയായിരുന്നു. അതിന് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 30 കളിയൊക്കെ അൺബീറ്റൻ ആയിട്ട് പോയി. അതുപോലെ തന്നെ 20 കളിയൊക്കെ വിന്നിങ് സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോണ കാരണം വിചാരിച്ചു എന്തായാലും വിങ് കളിക്കണ കുറേ പേരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഈ ഫോർമേഷൻ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഇത് വിങ് കളിക്കണ പ്ലേയേഴ്സിന്, അതായത് നിങ്ങൾ നന്നായി സ്കില്ലിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഫോർമേഷൻ കേട്ടോ ഇത്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കൂടെ ആ ഫോർമേഷൻ്റെ ഗ്രാഫ്, അതുപോലെ തന്നെ അവർ ആ ഫോർമേഷനിൽ ഇറക്കുന്ന പ്ലേയേഴ്സിൻ്റെ പ്ലേ സ്റ്റൈല്, പിന്നെ അവർക്ക് പറ്റിയ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ. ഞാൻ ആക്ച്വലി ഈ ഫോർമേഷനിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യണില്ല, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് പൊട്ടുണ്ടെങ്കിൽ അത് ഒരു യൂസ് ആയിക്കോട്ടെ വെച്ചിട്ട് അത് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇൻ മാച്ച് റോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇതല്ല കേട്ടോ ഫോർമേഷൻ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണല്ലോ ഫോർമേഷൻ, അത് ഞാൻ ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ വരാം കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, കറൻറ്റ്ലി നമ്മളുടെ 4-4 ഫോർമേഷൻ വരുന്നത് ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് കേട്ടോ. അപ്പോൾ ഗ്രാഫ് കണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫോർമേഷൻ്റെ ഗ്രാഫ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഏതൊക്കെ പ്ലേയേഴ്സിനാണ് ആഡ് ചെയ്യേണ്ടത്, അപ്പോൾ അവർക്ക് വെച്ച പ്ലേ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ കുറേയൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ്, നിങ്ങൾക്കും ആ രീതിയിൽ തന്നെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഗോൾ കീപ്പിംഗ് തുടങ്ങാം. സോ ഗോൾ കീപ്പർ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഏത് ഗോൾ കീപ്പറാണോ അവരെ ഇടുക. അതുപോലെ ഡിഫൻസീവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒഫൻസീവ് ആയിക്കോട്ടെ, അത് നമുക്ക് മാറ്റർ അല്ല. നിങ്ങൾക്ക് ഏതാണോ ഗോൾ കീപ്പർ മികച്ച പെർഫോമൻസ് തരുന്നത് അവരെ യൂസ് ചെയ്യാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ ഇതിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസൊക്കെ തരുന്നത് നമ്മളുടെ ബഫണിനാണ്. അതുപോലെ തന്നെ നല്ല കാർഡുമാണ്. ഓക്കെ, സോ ബഫൺ കിഡലിനാണ്, അത്യാവശ്യം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും നോക്കാം. സോ റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കോ നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ റെക്കമെൻഡ് ചെയ്യുക. ഇതൊരു 4-4 ഫോർമേഷനാണ്, വിങ് ഫോർമേഷനാണ്. അപ്പോൾ RW4 LW4 ആണല്ലോ, അപ്പോൾ നന്നായി കയറിയിട്ടാവും നിൽക്കേണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിങ്ങിലേക്ക് സപ്പോർട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങളവിടെ യൂസ് ചെയ്യേണ്ടത് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കോളാണ്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ബെസ്റ്റായിട്ട് ലെഫ്റ്റ് വിങ് ബാക്കിൽ നല്ലൊരു വിങ് ബാക്കായിട്ട് തോന്നിയിരിക്കുന്നത്, ഡിഫൻസ് വിങ് ബാക്കായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മളുടെ മാൾഡീനെയാണ്. സോ ഞാൻ മൂപ്പരനെയാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇടുക. ഇപ്പോൾ നിങ്ങൾ FTP പ്ലെയറൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കോസ്റ്റക്കോട്ടൊക്കെ ഉണ്ടാവും, ആൾ ഈ ലെഫ്റ്റ് ബാക്കോ റൈറ്റ് ബാക്കോ ഒക്കെ ഇടാനായിട്ട് നിൽക്കും. സോ ആളെ പിടിച്ചിട്ടാൽ മതി, ടോപ്പാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഇടുന്നത് നമ്മുടെ തുറാമിനെയാണ്. സോ തുറാം സീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല, ബെസ്റ്റ് ഇൻ ദി ബിസിനസ് പറയാം. നമ്മുടെ ഈ ഫുട്ബോളിനെ ബെസ്റ്റ് വിങ് ബാക്ക് ആരോപിച്ച് തന്നെ ഡിഫൻസ് വിങ് ബാക്കിൽ നമ്മുടെ തുറാമിനാണ് ഇടുക. സോ തുറാം ബെസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ FTP ആണ്, ഇതിൽ നമുക്ക് കുണ്ടയില്ല, നമ്മുടെ ബാഴ്സയുടെ ഫ്രീ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ മൂപ്പരുടെ കാർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിൽ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് 4-4 ഫോർമേഷനാണ്, നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഡിഫൻസീവ് ഫുൾ ബാക്കിന് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇനി സെൻറ്റർ ബാക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സെൻറ്റർ ബാക്കിൽ ബെസ്റ്റ് ഓപ്ഷൻ പറയണത് ഒരു ഡിസ്ട്രോയർ പ്ലസ് ബിൽഡപ്പ് ആണ്. സോ നിങ്ങളുടെ അടുത്ത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ പറയുള്ളൂ. ഇനി നിങ്ങൾ വേണ്ട, നിങ്ങളിൽ ഒന്നുകൂടി നന്നായി പെർഫോം ചെയ്യുന്ന സെൻറ്റർ ബാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബിൽഡപ്പ് പ്ലസ് ബിൽഡപ്പ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഒരിക്കലും ഡിസ്ട്രോയർ പ്ലസ് ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈൽ യൂസ് ചെയ്ത് കേട്ടോ, അത് ഡേഞ്ചറാണ്, കയറിപ്പോയി പണി കിട്ടും. ഓക്കെ, അപ്പോൾ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ യൂസ് ചെയ്യാൻ നോക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബെസ്റ്റ് ഓപ്ഷൻ പറയുന്നത് നമ്മളുടെ സലീബയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ നെസ്റ്റ ഡിസ്ട്രോയർ ആയിട്ട്. ഓക്കെ, സോ സലീബ ഒരു ബിൽഡപ്പ് സെൻറ്റർ ബാക്കാണ്, അതുപോലെ തന്നെ നെസ്റ്റ ഒരു ഡിസ്ട്രോയറാണ്. ഓക്കെ, ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് ചൂസ് ചെയ്യണത്. സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ സെൻറ്റർ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷറിന് ഒരു ബിൽഡപ്പ് പ്ലസ് ഒരു ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലിനാണ്. അപ്പോൾ ഡിസ്ട്രോയർ ആയിട്ട് നമ്മുടെ കില്ലിനാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനൊപ്പം തന്നെ ഒരു ബിൽഡപ്പായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ വാൻഡേക്കിനാണ്. അപ്പോൾ ഇവരിപ്പോൾ നല്ല ഫോമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടേണ്ടത്. ചില ഇടത്തൊക്കെ ഈ ഷോർട്ട് ടൈം കാർഡൊക്കെ ഫോം ഔട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഏതോ ബെസ്റ്റ് തരുന്ന പ്ലെയർ എങ്കിൽ അവരിടാൻ നോക്കുക. അതിപ്പോൾ ബിൽഡപ്പ് ആയാലും ഡിസ്ട്രോയർ ആയാലും അങ്ങനെ ചൂസ് ചെയ്താൽ മതി. ഒരിക്കലും ഇതിൽ ഡിസ്ട്രോയർ പ്ലസ് ഡിസ്ട്രോയർ യൂസ് ചെയ്തിട്ടോ അത് പണി കിട്ടും. ഓക്കെ, അതിനടുത്ത് പറയാം. ഇനിയിപ്പോൾ റൈറ്റ് കിക്ക് ലെഫ്റ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു പ്ലെയർ ഇടുന്നുണ്ട് വെറുതെ ഒരു ഇതായിട്ട്. സോ ഇത് വേറെ നമ്മുടെ പനൂറ്റിയാണ്, ആൾ രണ്ട് സൈഡും കളിപ്പിക്കും. അപ്പോൾ വല്ല റെഡോ വല്ലതൊക്കെ കിട്ടാൻ എടുത്ത് തരണ്ടേ, അപ്പോൾ അവിടേക്കൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ രണ്ടുപേരും ബെറ്റർ സൈഡായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരിടണമായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഹക്കീമി രണ്ട് സൈഡ് കളിക്കും, അതുപോലെ തന്നെ സെൽവസ്റ്റർ രണ്ട് സൈഡ് കളിക്കും. സോ അങ്ങനത്തെ ഉള്ള പ്ലേയേഴ്സിനൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതായിരിക്കും ബെറ്റർ. ഇനി നമ്മുടെ ഈ ഫോർമേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അത് വേറെ നല്ല DMF ആണ്. ഈ DMF ചൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു കാർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആങ്കർമാൻ കാർഡാണ്.
അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ എടുക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാർഡ് നമ്മളുടെ വിയേരയുടെ ആണ് ഗൈസ്. ഈ കാർഡിനെ വെല്ലാൻ പറ്റിയൊരു കാർഡ് ഇതുവരെ നമ്മുടെ ഗെയിമിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങാൻ പോകുന്നുണ്ടാവും, എന്തായാലും ഇറങ്ങാൻ നോക്കാം. ഇനിയിപ്പോൾ ഇയാളുടെ തന്നെ വേറെ കാർഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊളിക്കും കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഏത് വെച്ചാൽ ഈ കാർഡ് തന്നെയാണ്. ആങ്കർമാൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. DMF ആണ് കേട്ടോ ഇവിടെ വേണ്ടത്. ഓക്കെ, സോ DMF ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആങ്കർമാനായിട്ട് ഈ BR ഉണ്ടെങ്കിൽ ആളെ ചൂസ് ചെയ്തോ. അല്ലെങ്കിൽ പിന്നെ F2P പ്ലെയർ ഒക്കെ നമ്മുടെ റൈറ്റ് കാർഡിന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആളുടെ കാർഡും അത്യാവശ്യം കുഴപ്പമില്ല. PC-യിലും കാര്യങ്ങളൊക്കെ കളിപ്പിക്കാറുണ്ട്. F2P അക്കൗണ്ടിൽ അതന്നെ കളിപ്പിക്കാറ്. അപ്പോൾ ആളൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഈ പൊസിഷനിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഫോർമേഷൻ യൂസ് ചെയ്യേണ്ട കാർഡാണ് ആങ്കർമാൻ. ഇവിടെ ഒരു വിട്ടുവീഴ്ച വരുത്തരുത്. ബോക്സ് ടു ബോക്സോ ഡിസ്ട്രോയർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ആങ്കർമാൻ മതി. അത്ര ഞാൻ പറയുള്ളൂ. അടിച്ചു കയറി പോവുക അല്ലെങ്കിൽ. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ CMF പൊസിഷൻ, അതായത് ഈ കാണുന്നത് AMF അല്ല, മുകൾ ഭാഗത്തുള്ളത് അത് CMF ആണ്. സോ CMF നോക്കുമ്പോൾ എൻ്റെ എനിക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഏത് വെച്ച് കഴിഞ്ഞാൽ ഡൊക്കു. സോ ഡൊക്കു ഡെക്കോ എടാ ആ ഡൊക്കും ഡെക്കോ ആ മാനേജ് സ്വിച്ച് ചെയ്ത ഡുക്കൂലേ അവന് മിക്സ് ചെയ്താ. സോ ഡെക്കോ സീൻ മിഡ്ഫീൽഡർ ആണ്. നല്ല പാസിങ് ഉണ്ട്, അതുപോലെ പാസിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൂപ്പര് ഇടരുത്. അതുപോലെ തന്നെ നന്നായി സ്കില്ലിട്ട് കളിക്കും. എല്ലാം കൊണ്ടൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് തോന്നി എനിക്ക് ഈ ഡെക്കോ. സോ അതുകൊണ്ടാണ് ഞാൻ മൂപ്പര് ഇടുന്നത് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ ആളൊരു ഓർക്കസ്ട്രേച്ചർ കാർഡാണ്. ഞാനിവിടെ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുക ഒരു ഓർക്കസ്ട്രേച്ചറിനെ കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഓർക്കസ്ട്രേച്ചർ ഇട്ട് കളിച്ച് നന്നായിട്ട് ക്ലിക്കായി സംഭവം. അപ്പോൾ ബോക്സ് ടു ബോക്സ് ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങടയിൽ, അല്ലെങ്കിൽ ഹോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഓർക്കസ്ട്രേച്ചർ അറിയില്ല. ഇവിടെ ഇങ്ങനെ വട്ടിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇന്ന് കളിച്ചോളും. മൂപ്പരെ സ്റ്റാറ്റ്സ് ഒരു രക്ഷയില്ല കേട്ടോ. മൂപ്പരെ പാസിങ്ങും ഒക്കെ നോക്കുക നിങ്ങൾ, ഒരു രക്ഷയില്ല. ഡ്രിബിളിങ്ങും പാസിങ്ങും പക്കയാണ്. അപ്പോൾ എനിക്ക് ഒരു AMF ആകുമ്പോൾ ഒന്നുകൂടി അറ്റാക്കിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡിഫൻസ് പണി തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആളെ അറ്റാക്ക് മിഡ്ഫീൽഡർ വേണ്ട, ഒരു ഓൾ പ്ലെയർ കാർഡ് വേണ്ട, ഈ കാർഡ് മതി വിചാരിച്ചപ്പോൾ ഞാൻ ഇതിനങ്ങോട്ട് ഉറപ്പിച്ചു. സോ അങ്ങനെ ഡെക്കോന്ന് ഇട്ടിട്ടോ. സോ ഡെക്കു സീനാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആളുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഞാൻ കൊണ്ടുവരുന്നത് നമ്മളുടെ പിർലോ. സോ പിർലോ അറിയാമല്ലോ, പിർലോ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് കാർഡാണ് പിർലോ DMF തന്നെ. സോ മൂപ്പരെയാണ് ഞാൻ അവിടെ ഇറക്കുക സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറക്കാറ്. പിന്നെ ഒരെണ്ണം കൂടി ഞാൻ വെറുതെ വെക്കും, അത് നമ്മളുടെ മത്യൂസ് ആണ്. ഓക്കെ, ഇവർ രണ്ടുപേരെ മെയിനായിട്ട് വെക്കാറ്. വേണമെങ്കിൽ നമുക്ക് ഈ റൈറ്റ് കാർഡിനൊക്കെ യൂസ് ചെയ്യാം. റൈറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രോയർ ആയിട്ട് നമ്മളുടെ ഡേവിഡ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ തൽക്കാലം ഡേവിഡ്സിനെ വെക്കാം. ഓക്കെ, സാധാരണ ഞാൻ ഇവനെ വെക്കാം കേട്ടോ മത്യൂസ്. കാരണം ഈ VR ഞാൻ ഇവിടെ നിന്ന് നനക്കാറില്ല, മൂപ്പരെ ഫുൾ ടൈം കളിപ്പിക്കാറുണ്ട്. എന്നാലും വല്ല പണി കിട്ടിയാലോ വെച്ചിട്ടാണ്. വല്ല റെഡ് കാർഡും കാർഡ് കിട്ടുമ്പോൾ റീപ്ലേസ്മെൻ്റ് ആയിട്ടൊരു DMF ആണല്ലോ. സോ അവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു ആങ്കർമാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയർ ആയിട്ടുള്ളൊരു DMFനാട്ടോ അവിടെ വെച്ചാൽ മതി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഓർക്കസ്ട്രേറ്റർ പ്ലേ സ്റ്റൈലുള്ള പ്ലെയർ ഇടാൻ നോക്കുക കേട്ടോ മാക്സിമം. ഇനിയിപ്പോൾ റൈറ്റിംഗ് ഫോർവേഡ് ലെഫ്റ്റിംഗ് ഫോർവേഡ് കാര്യങ്ങൾ നോക്കാം. സോ അവിടെ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് പ്രൊലിഫിക് വിങ്ങേഴ്സിനാണ്. ഓക്കെ, സോ പ്രൊലിഫിംഗർ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും ബെസ്റ്റ് കാർഡുള്ളത് നമ്മളുടെ നെയ്മർ ജൂനിയറിനെയാണ്. ലെഫ്റ്റിംഗ് ഫോർവേഡിൽ ബെസ്റ്റ് കാർഡാണ് ബിഗ് ടൈം നെയ്മർ. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിംഗ് ഫോർവേഡ് നോക്കുകയാണെങ്കിൽ അവിടെ ബെസ്റ്റ് ഉള്ളത് നമ്മളുടെ ചെക്കൻ മെസ്സി. സോ ഇത് റൈറ്റിംഗ് ഫോർവേഡ് ലെഫ്റ്റിംഗ് ഫോർവേഡ് ഇട്ടേട്ടോ ഞാൻ. സോ ഓക്കെ, സോ രണ്ട് പ്രൊലിഫിംഗറിനെ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഫോർമേഷനിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ബെസ്റ്റാണ്, മസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ സോ രണ്ടുപേരും നന്നായി സ്കില്ലിട്ട് കളിക്കും. അതുപോലെ തന്നെ ഗോൾ സ്കോറിംഗ് ഉണ്ട്, പാസിംഗ് ഉണ്ട്, എല്ലാം കൊണ്ടും ബെസ്റ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ബെസ്റ്റ് പ്രൊലിഫിംഗർ അവരെ ചൂസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു വിങ്ങർ ആരാണോ അവരെ ചൂസ് ചെയ്തോ, അതും കുഴപ്പമില്ല കേട്ടോ. ബ്ലിറ്റ്സ്കളൊക്കെ അടിക്കുന്നത് ചൂസ് ചെയ്യുന്ന പെട്ടേയിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. ഡെസർഡിവോ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചങ്ങായി ഒലീസൊക്കെ ഫ്രീ കിട്ടിയിട്ട് കുറേ പേർക്ക്. സോ അതൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ സ്കില്ലിട്ട് കളിക്കുക, കേളടിച്ച് കളിക്കാം. ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിലത്തെ വേറൊരു പ്രശ്നം കേട്ടോ, ഞാൻ ഫസ്റ്റ് ഹാഫിലാണ് ഈ ഫോർമേഷൻ കളിക്കുക. സത്യം പറയാലോ, സെക്കൻഡ് ഹാഫിക്ക് വരെ ഞാൻ വേറെ ഫോർമേഷൻ ഇടുക. അപ്പോൾ അതിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കുക ആരൊക്കെ വെച്ചിട്ടാണ് മെയിനിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇത് നമുക്ക് വേണമെങ്കിൽ 2-in-1 ഫോർമേഷനായിട്ട് കൂട്ടാം കേട്ടോ. അതും കൂടി ഞാൻ പറയാം, 2-in-1 ഫോർമേഷനാണ്. സോ അവിടെ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് ചൂസ് ചെയ്യാൻ രണ്ടുപേരാണ്. ഒരെണ്ണവിടെ പെലെ. സോ ഈ രണ്ടുപേർക്ക് ഞാനിപ്പോൾ AMFൻ്റെ പ്രോഗ്രഷൻ കൊടുത്തിട്ട് ഇട്ടേക്കണത്. സോ ഒരാൾക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്, മറ്റൊരാൾ നമ്മുടെ ക്രോയിഫാണ്. ഓക്കെ, സോ ഈ രണ്ട് പേരാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് AMFൽ കൊണ്ടുവരാറ്. അതായത് ഈ ഫോർമേഷൻ ചേഞ്ച് ആവും, അതിനെ ലാസ്റ്റ് കാണിച്ചു തരാം എന്തായാലും. സബ്സ്റ്റിറ്റ്യൂഷൻ ഞാനിപ്പോൾ ഈ രണ്ടുപേരെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വേറെ രണ്ടുപേരായിട്ട് AMFലുള്ളത് നമ്മുടെ കക്കിയും നെഡ്വേഡാണ് കേട്ടോ. സോ നെഡ്വേഡ് ഇവിടെ ഉണ്ട്, നെഡ്വേഡും കക്കിയും. സോ ഇങ്ങനെയാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരാറ് നമ്മളുടെ വിങ് ബാക്സിനെ വിങ് ഫോർവേഡ്സിനെ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ വിങ് തന്നെ കളിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മുടെ ഈ ചെക്ക് ഇങ്ങോട്ട് വരും, അതുപോലെ തന്നെ കക്ക് ഇങ്ങോട്ടും വരും കേട്ടോ. ഇനിയിപ്പോൾ AMF ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്ന് അടിയിലേക്ക് ഇറങ്ങും, ഇവിടേക്ക് ഇറങ്ങും,
ഇയാൾ ഇവിടേക്ക് ഇറങ്ങും, അവിടെ മെസ്സി ഇവിടേക്ക് ഇറങ്ങും, അങ്ങനെ ഞാൻ കളിപ്പിക്കാറുണ്ട്. ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പ്രോ ഫിംഗേഴ്സിനെ യൂസ് ചെയ്യുക. ഇനി നമ്മളെ സെൻറ്റർ ഫോർവേഡ് നമ്മുടെ കയ്യിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള 2 ഗോൾ പോച്ചർ കാർഡിന് ഇടാൻ നോക്കുക കേട്ടോ. സോ ഞാൻ എൻ്റെ കയ്യിൽ നല്ല പെർഫോമൻസ് വരുന്ന ഒരെണ്ണം നമ്മുടെ റൊണാൾഡോ എൻ്റെ ഭയങ്കര ആരാധകനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൊണാൾഡോനെ. സോ കക്ക ബെയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറാണ് നമ്മുടെ റൊണാൾഡോ. സോ റൊണാൾഡോ സ്കൂളിൽ ഇടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. സോ ഞാൻ അതുകൊണ്ട് റൊണാൾഡോ ആണ് കേട്ടോ. അല്ലാണ്ട് എല്ലാവർക്കും പെർഫോമൻസ് കിട്ടണമെന്നില്ല. എന്നാലും ഓൾമോസ്റ്റ് മിക്കവർക്ക് റൊണാൾഡോ ഇട്ട് കളിക്കുന്നവർക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. അത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ നിങ്ങൾക്ക് അപ്പോൾ കാണാം. ഓക്കെ, സോ അതിൻ്റെ ഒപ്പം തന്നെ ഇടണത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഫുട്ബോളിലെ കിങ് ആയ റൂമിനിങ് ആണ്. 2 ഗോൾ പോച്ചറിനെ മസ്റ്റായിട്ട് നിങ്ങൾ ഇടുക കേട്ടോ. അപ്പോൾ അത് മസ്റ്റാണ്. സോ ഗോൾ പോച്ചറിനെ ഇടുക, എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മളുടെ 2 സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കുന്നത് ഒരെണ്ണം നമ്മളുടെ ഷെവയാണ്. ഷെവേനെ മസ്റ്റായിട്ട് പ്ലേയിങ് ഇലവനിൽ ഇറക്കാൻ തന്നെയാണ്. ഫസ്റ്റ് ഇലവനിൽ ഇവർ രണ്ടുപേരും ആരെങ്കിലും ഫോം ഔട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പകരമായിട്ട് ഷെവേനെ ഇറക്കും. ഓക്കെ, പിന്നെ തന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം നമ്മളുടെ സൂപ്പർ സബായ 8. സോ 8 സൂപ്പർ സബ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു സെൻറ്റർ ഫോർവേഡിനെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ബെയിൽ. സോ പെർഫോമൻസ് പറഞ്ഞ കാർഡായിട്ടാണ് നമ്മുടെ ബെയിലിനെ ചൂസ് ചെയ്യുന്നത്. സോ ബെയിൽ ബെസ്റ്റാണ്. ആളുടെ റൈറ്റിംഗ് ഫോർവേഡ് കാർഡ് എവിടെ അവിടെ ഉണ്ട്. സോ ചങ്ങായി സബ്ബറിനൊക്കെ അതിനെ കളി തീരുമാനമായി. അമ്മാതിരി സാധനം കൈസ്, ഒരു രക്ഷയിലും പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബെയിലിനെ. ഓക്കെ, സോ ബെയിലും ഏറ്റവും കൂടി സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയായിട്ട് പൊളിക്കുക. 2 പേര് സൂപ്പർ സബ്ബാണ്. അങ്ങോട്ട് കയറി മേനോളും അങ്ങോട്ട്. സോ 2 പേര് നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫോർമേഷൻ വരുന്നത് ടോട്ടലായിട്ട്. ഇതാണ് എൻ്റെ നിലവിലെ 4-2-4 സ്ക്വാഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല സെൻറ്റർ ഫോർവേഡ്, നല്ല ഇപ്പോൾ ബാച്ച് സ്റ്റൂട്ട, അതുപോലെ തന്നെ ഷെവൊക്കെ കിട്ടിയ ഫ്രീ കാർഡ്സിലൊക്കെ ഉണ്ടാവും. അവരൊക്കെ ചൂസ് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ക്വാഡ് വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇൻമാച്ച് റോൾ ഞാൻ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻമാച്ച് റോൾ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ റോൾ നിങ്ങൾ ബെസ്റ്റായിട്ട് ആഡ് ചെയ്യണത് ഒരാളായ റൊണാൾഡോനെ ഇടാം. ഓക്കെ, ഇനിയിപ്പോൾ അറ്റാക്കർ 1-1 ഇടേണ്ടത് ഒരു സെൻറ്റർ ബാക്കിന് നല്ലൊരു ഹെഡിങ് ഉണ്ടാവും. സെലിബ അല്ലെങ്കിൽ നെക്സ്റ്റ് ആണ്. ഇതിൽ ഞാൻ സെലിബയ്ക്കാണ് കൂടുതലായിട്ട് അവരിടുക. ഇപ്പോൾ 3ാമത്തെ ഹെഡായിട്ട് ഇടേണ്ടത് നമ്മുടെ ബിയേരനാണ് DMFിലത്തെ. ഓക്കെ, സോ ഒരിക്കലും 2 സെൻറ്റർ ബാക്സിനും ഇതിൽ കൊണ്ട് ഇടരുത് കേട്ടോ. 2 സെൻറ്റർ ബാക്സിന് ഇടാൻ പാടില്ല, ഒരെണ്ണത്തിന് ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റു 2 നല്ല ഹൈറ്റുള്ളവരും പിടിച്ചിട്ടോ. ഓക്കെ, വിങ് ബാക്സിനും സെൻറ്റർ ബാക്കിനും അങ്ങനെ നോക്കില്ലേ. വിങ് ബാക്സിനും സെൻറ്റർ ബാക്ക് നോക്കുമ്പോൾ അതിലത്തെ ഒരാളെ മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കയറി ഇടാൻ നിൽക്കരുത്. പിന്നെ റൈറ്റും ലെഫ്റ്റും ഒക്കെ നിങ്ങളിങ്ങനെ കുറഞ്ഞു. ഞാൻ സാധാരണ ഇതാ മെസ്സിനോണ്ടാണ് ഇവിടുന്ന് എടുപ്പിക്കാറ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ നെയ്മർ കൊണ്ട് എടുപ്പിക്കാറ്. സോ അതിങ്ങൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും മാറ്റാല്ല. ഇങ്ങനെയാണ് ഇൻമാച്ച് റോളിൽ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഡിഫെൻസീവ് ഫുൾ ബാക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ ഡിഫെൻസീവ് ഫുൾ ബാക്ക് കുറവുണ്ടെങ്കിൽ ആ സൈഡത്തെ പ്ലെയർ പിടിച്ച് ഡിഫെൻസീവ് ആക്കി ഇട്ടോ. ഓക്കെ, സോ അപ്പോൾ ഡിഫെൻസീവിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നോളും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ റൈറ്റ് ബാക്കിനും പ്രശ്നമുണ്ട്. ഒഫെൻസീവ് ആണെങ്കിൽ നിങ്ങൾ അവിടെയും ഡിഫെൻസീവായിട്ട് എടുത്തിട്ടോ. സാധാരണ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാറില്ല. 2 പേര് ഇപ്പോൾ ഡിഫെൻസീവ് ഫുൾ ബാക്സിന് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 അറ്റാക്കിങ് ഫുൾ ബാക്സ് ആണെങ്കിൽ ഇപ്പോൾ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ബാക്കിൽ പിടിക്കാൻ കിട്ടണമെങ്കിൽ ഇവരെ പിടിച്ച് ഡിഫെൻസ് ആക്കി ഇട്ടോ. ഇനിയിപ്പോൾ ഡിഫെൻസീവ് 1 നിങ്ങൾ ഡീപ്പ് ലൈൻ ആയിട്ട് ഇട്ടോ. ഡീപ്പ് ലൈൻ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ വിയേരനാണ്. കാരണം ഡിഫെൻസീവിൽ ഒന്നുകൂടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിയേരനെ കൊടുക്കണം കേട്ടോ. ആൾ ഇറങ്ങി വന്നിട്ട് കളിച്ചോളും. അപ്പോൾ ഡീപ്പ് ലൈൻ ആയിട്ട് നമ്മുടെ വിയേരനെ കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഒരു പ്ലെയർ കയറി പോവുക വിചാരിക്കും, ഇപ്പോൾ ഡിസ്ട്രോയർ. അപ്പോൾ ആൾ ആ സൈഡ് വന്ന് കവർ ചെയ്തോളും. ആങ്കർമാൻ്റെ ഡ്യൂട്ടി അത് തന്നെയാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവിടേക്ക് ആൾ കവർ ചെയ്ത് വന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഡിഫൻസ് ചൂലിനെ കൊടുക്കുന്ന കൗണ്ടർ ടാർഗറ്റ് ആയിട്ട് നിങ്ങളുടെ റൺ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സെൻറ്റർ ഫോറിൻ്റെ ആളെടുത്തിട്ട് അത് റൊണാൾഡോ തന്നെയാണ്. ഇതിൽ റൊമി പായും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ വരേണ്ടത്. കണ്ടില്ലേ? സോ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ആദ്യം നിങ്ങൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഇട്ടിട്ട് കളിക്കാണ്ടിരുന്ന് നോക്ക്. എന്നിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഇട്ട് കളിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ ഇനി ഞാൻ സെക്കൻഡ് ഹാഫിൽ ഉപയോഗിക്കുന്ന ഫോർമേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് വേറൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരും, മെസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, നെയ്മറിൻ്റെ മെസ്സിനെ ഇങ്ങോട്ട് കൊണ്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ ഫോർമേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ പെലേനും അതുപോലെ തന്നെ ക്രൊയ്ഫിനും പെലേനും അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തിടും. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ബെയിൽ ഇവിടെ, ചെക്കനിവിടെ, എന്നിട്ടൊരു പായിൽ വാച്ചും. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ഫോർമേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ എനിക്കറിയാലോ ഇവിടെയാണ് വരിക, ഇതിവിടെയാണ് വരിക. ഓക്കെ, ഇത് മെയിൻ സാധനം കൊളാക്കിയില്ലോ കുഴപ്പമില്ല. ഷെഫ് പോലെ റൈറ്റിംഗ് ഫോർവേഡ്. ഓക്കെ, 2 പേര് ഇട്ടാൽ മതി. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ ഇട്ടത്. ഓക്കെ, ലെഫ്റ്റ് ഫോർവേഡ്. ഓക്കെ, ഇങ്ങനെയാണ് മെയിൻ ഫോർമേഷൻ. മറ്റേ ഞാൻ കാണിച്ചു എന്നുള്ളൂ. അപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏതൊക്കെ പ്ലേ സ്റ്റൈലാണ്. പ്ലേ സ്റ്റൈൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ.
ഇത് ലോങ് ബോൾ കൗണ്ടറിനും ക്യുക്ക് കൗണ്ടറിനാണ് മെയിനായിട്ട് ഈ ഫോർമേഷൻ വർക്ക് ആവുക. മാനേജേഴ്സ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഏതാ ബെസ്റ്റ് മാനേജർ തോന്നുന്നത് അവരിട്ട് കളിപ്പിച്ചാൽ മതി. പലതും പറഞ്ഞു തരാം. എന്നാലും എൻ്റെ ഒരു ഇതിൽ എനിക്ക് ബെസ്റ്റായിട്ട് കെപ്പലോനെ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോപ്പിനെ യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് ബോൾ കൗണ്ടർ ആയിട്ടോ ക്യുക്ക് കൗണ്ടർ ആയിക്കോട്ടെ രണ്ടുപേരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ രണ്ടുപേരെ യൂസ് ചെയ്യാം, അടിപൊളിയായിട്ട് തന്നെ പെർഫോമൻസ് കിട്ടും. പിന്നെ എന്താ ലൈവിലൊക്കെ ഞാൻ ക്ലോപ്പിനെ വെച്ച് കളിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ക്ലോപ്പിനെ ലൈവിൽ വന്നോ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കളിച്ച് കാണിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ചേഞ്ച് മാനേജർ ക്ലോപ്പിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടീം പ്ലേ സ്റ്റൈൽ ക്യുക്ക് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫോർമേഷൻ വരേണ്ടത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. എനിക്കിത് ഈ സീസൺ സ്റ്റാർട്ടിങ് നല്ല പെർഫോമൻസ് എന്നവരാണ്. 30 അൺബീറ്റനും അതുപോലെ തന്നെ 20 വിന്നിങ് സ്ട്രീക്കൊക്കെ പോയി. ഇപ്പോൾ നിലവിൽ ഞാൻ കുറച്ച് ഫോം ഔട്ടാണ് ഉള്ള കാര്യം പറയാമല്ലോ, ഭയങ്കരമായിട്ട് ഫോം ഔട്ടാണ്. പിന്നെ നമ്മുടെ ആ IEG ടൂർണമെൻ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞു കേട്ടോ. അത് നമ്മൾ കപ്പടിച്ചു, ഫൈനലിൽ നമ്മൾ ഇറങ്ങിയായിരുന്നു. പക്ഷെ നമുക്ക് കളിക്കാനുള്ള ഒരു അവസരം പറ്റില്ല. അപ്പോഴേക്ക് നമ്മുടെ ചെക്കന്മാർ തൂക്കി. ഫസ്റ്റ് കളിച്ച 3 പേരെ അടിച്ചു പോയി. ബാക്കി 2 കളി പെൻഡിങ് ഉണ്ടായിരുന്നു, അത് കളിക്കേണ്ട ആവശ്യം വന്നില്ല ജയിച്ചുകൊണ്ട് അത് നമ്മൾ കപ്പടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ IEG ടൂർണമെൻറ്റിൽ ചോദിക്കരുത്, സംഭവം നമ്മൾ കപ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോർമേഷൻ കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്ക്, റിസൾട്ട് കിട്ടേണ്ടേ പറയുക ഗൈസ്. ഇനി നമ്മളധികം നീട്ടി വലിപ്പിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ? വിട്ടിട്ട് പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വിട്ടിട്ട് പോയിട്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ. ഒരു സീനുണ്ട് ഗൈസ്, ഈ ബാക്സിന് ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ടോ. ഓക്കെ, റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കിനും ഇതിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, സിവന്മാർ സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒട്ടിക്കിടന്നോട്ടെ, ഡിഫൻസ് കുറച്ച് പക്വത വേണ്ടതാണ്. അപ്പം ഇങ്ങനെയാണ് ഫോർമേഷൻ വേണ്ടത്. അപ്പോൾ ഇനി സംശയമൊന്നുമില്ല വിചാരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിരിക്കും ബൈ.